ഡോക്ടറെ, പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഇമ്മ്യൂണിറ്റി ഒന്നും പെട്ടെന്ന് അങ്ങനെ കൂട്ടാൻ പറ്റുന്നതല്ല. അതായത് നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാൽ ആഹാരത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പറയുമ്പോഴത്തേന് ചില പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അങ്ങനെ ഇമ്മ്യൂണിറ്റി ഒന്നും പെട്ടെന്ന് അങ്ങനെ കൂട്ടാൻ പറ്റുന്നതല്ല. ഇതിനെക്കുറിച്ച്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? അതിന് ചെറിയ ഉദാഹരണം പറയാം. പിന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ 90 വയസ്സ് വരെ ഉള്ളവരുണ്ട്. ഒരു പ്രീസ്റ്റുകൾ നടത്തുന്നൊരു ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് 33 പേര് എല്ലാവരും പോസിറ്റീവായപ്പോൾ എൻ്റെ അടുത്ത് വന്നു. ആ അച്ഛന്മാർക്ക് എൻ്റെ ചികിത്സയിൽ വിശ്വാസമുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എടുക്കാം, പക്ഷേ ഞാൻ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. 1, ഒരു കഞ്ഞി കൊടുക്കാൻ പാടില്ല. 2, ബേക്കറി പാടില്ല. 3, പാലെന്ന് പറഞ്ഞ സാധനമേ കൊടുക്കാൻ പറ്റില്ല. ഏതാണ്ട് 10-15 ദിവസത്തേക്കകം ഞാൻ OP ആയിട്ട് മരുന്ന് കൊടുത്തു, ട്രീറ്റ് ചെയ്തു. എല്ലാവർക്കും വൈറ്റമിൻ സിയും ബി കോംപ്ലക്സും, നല്ല എമൗണ്ട് വൈറ്റമിൻ സിയും ബി കോംപ്ലക്സും കൊടുത്തു. ഈ 90 വയസ്സുള്ളവരെ പോലും ഒരാളെ പോലും അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ദുഃഖകരമായ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം. ഇത്രയും പേര് കേരളത്തിൽ കൊറോണ വന്ന് മരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇവരെല്ലാം ന്യൂമോണിയ വന്നാണ് മരിച്ചത്. ഇവർക്കെല്ലാം ICUലും എല്ലാം കിടക്കുമ്പോൾ ലിറ്റർ കണക്കിന് കഞ്ഞിയും പാലുമാണ് കൊടുത്തത്. ഇതിൽ നിന്നുണ്ടായ ന്യൂമോണിയയിൽ നിന്നാണ് ഇവരെല്ലാം പോയത്. ഒരു സംശയവും എനിക്കില്ല. ഞാൻ പലരുടെ ഹിസ്റ്ററി റിവ്യൂ ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ തന്നെ പരിചയത്തുള്ള പലരും അഡ്മിറ്റ് ചെയ്തിട്ട് ഇവർക്ക് ICUയിൽ കിടന്നപ്പോൾ എന്നാ കൊടുത്തെന്ന് ഞാൻ ചോദിച്ചു. കാരണം ഒരു ഭീകര അന്തരീക്ഷം വന്ന്, കാരണം സ്പേസിൽ പോകുന്ന സ്യൂട്ടിട്ടാണ് ഡോക്ടർമാരും മെഡിക്കൽ പീപ്പിളെല്ലാം അവരെ അറ്റൻഡ് ചെയ്ത്. ഞാനൊരു മാസ്ക് പോലും ആ സമയത്ത് ഞാനും വൈഫും വെച്ചില്ല. കാരണം നമുക്കറിയാം ഇത്രേ ഉള്ളൂ. മാസ്ക് വെക്കാതെ പോസിറ്റീവ് കേസുകൾ പോലും ഞാൻ നോക്കുമായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടി നമ്മുടെ ചികിത്സയിലിരിക്കുന്നവർക്ക് ആർക്കും വന്നില്ല. അവരെല്ലാവരും വൈറ്റമിൻ തെറാപ്പിയിലിരിക്കുക. സിയും മറ്റുള്ളതൊക്കെ ഉള്ളപ്പോൾ ഇവർക്ക് എവിടെയാണ് പിന്നെ ഇത് വരുന്നത്? ഇൻഫെക്ഷൻ വരികയല്ലേ ഇവർക്ക്. അപ്പോൾ ഞങ്ങൾ പോലും ഇതിനെ ഫേസ് ചെയ്തതുകൊണ്ട് വി വർ ഓൺ ഗുഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ എക്സസൈസും കാര്യങ്ങളും ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ ഫൈറ്റിംഗ് ബോഡി ഇൻസൈഡ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നെഗറ്റീവ് ഫുഡ് അവിടെ കഴിച്ച് കഫക്കെട്ടും ഉണ്ടായി, കഞ്ഞിയും കുടിച്ച് എല്ലാം അവിടെ റെഡിയായിരിക്കുമ്പോഴാണ് ഇവനും ഇങ്ങോട്ട് വരും, ഇതെല്ലാം കൂടെ കയറി ഈ പിന്നെ തീ കത്തുന്ന പോലെ ഇതങ്ങോട്ട് കത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റിംഗ് തിങ്ങാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡിസ്റ്റർബൻസും അതിൻ്റെ ഡെഫിഷ്യൻസിയുമാണ് അലർജി എന്ന് പറയുന്ന രോഗങ്ങൾ. ഇന്ന് ഏതാണ്ട് 80% കൂടുതൽ സ്ഥായിയായ അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ് എല്ലാം അലർജി ഇമ്മ്യൂണോളജിയിൽപ്പെട്ടതാണ്.